ക്രിഞ്ച് ഫെസ്റ്റ് ആണ്, അവരാധാണ് എന്നൊക്കെയാണ് അതിഭീകര കാമുകൻ എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ വന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ അത്രയും അപരാധം ക്രിഞ്ച് ഫെസ്റ്റ് ഉള്ള ഒരു സിനിമയാണോ ഇത്? എന്നാൽ ഏറെക്കുറെ ആ പറയുന്ന കാര്യങ്ങളോട് നമുക്ക് യോജിക്കാമെങ്കിലും അത്ര അധികം അപരാധമായിട്ടുള്ള ഒരു പടമാണ് എന്നുള്ള ഒരു അഭിപ്രായം എനിക്ക് ഈ ഒരു സിനിമയെക്കുറിച്ചില്ല. കാരണം ഈ സിനിമ പറയുന്ന ടോപ്പിക് അല്ലെങ്കിൽ ഈ സിനിമ അഡ്രസ്സ് ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു വിഷയമാണ്. സാധാരണഗതിയിൽ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് പറയുന്ന സിനിമകൾ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു പ്രശ്നമായിട്ട് നമ്മൾ അവതരിപ്പിക്കുകയും അല്ലെങ്കിൽ അതിനെ ടേക്കപ്പ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സൊല്യൂഷനായിട്ട് നമ്മൾ വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ നമ്മൾ പറ്റുന്ന അല്ലെങ്കിൽ അതിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ വളരെ ഫോഴ്സ്ഫുൾ ആണ്, വളരെ ആർട്ടിഫിഷ്യൽ ആണ് എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. ഇപ്പം ഇതുപോലത്തെ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുറേ ആൾക്കാരുണ്ട് താനും. അതായത് ഈ സിനിമ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പ്രണയം അത് സക്സസ് ആവാണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് അയാളെ കിട്ടാണ്ടിരിക്കുന്ന സമയത്ത് നമ്മളായി പോകുന്ന ഒരു മാനസികാവസ്ഥയും നമ്മൾ ജീവിക്കണമെന്ന് വരെ നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഒരു അവസ്ഥേനൊക്കെയാണ് ഈ ഒരു സിനിമ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ബ്രേക്കപ്പ് കിട്ടുന്ന സമയത്ത് നമ്മൾ സ്നേഹിച്ചിരുന്ന ഒരാൾ യഥാർത്ഥത്തിൽ നമ്മൾ സ്നേഹിക്കുന്നില്ല എന്നറിയുന്ന സമയത്ത് ഒക്കെ നമ്മളായി പോകുന്ന ചില അവസ്ഥകളുണ്ട്. അതായത് അവരെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് അയാളെ തിരിച്ചു കിട്ടാനായിട്ട് ചെയ്യുന്ന പല പല പരിപാടികൾ. ഫോർ എക്സാമ്പിൾ, അയാളുടെ മുന്നിൽ നിന്ന് നമ്മൾ ഇപ്പം മദ്യപിക്കുക, നീ ലൈഫിൽ പോയപ്പോൾ എൻ്റെ ലൈഫ് തീർന്നു എന്നുള്ള ലെവലിൽ അയാളെ കാണിക്കാനായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, അവരെ സ്റ്റോക്ക് ചെയ്യുക, അല്ലെങ്കിൽ സ്വയം നമ്മളെ മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ധാരാളം ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ട് താനും. അപ്പോൾ ഇവരൊക്കെ ഇതിലൂടെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത്, സ്റ്റോക്കിങ് ചെയ്യുന്ന സമയത്തും സ്വയം മുറിവേൽപ്പിക്കുന്ന സമയത്തൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് ഇവരെ എനിക്ക് തിരിച്ചു കിട്ടണം, ഇവരെൻ്റെ ജീവിതത്തിലേക്ക് തന്നെ വരണം, ഇവരെനിക്ക് നഷ്ടപ്പെടാൻ പറ്റത്തില്ല എന്നുള്ള ഒരു കൈൻഡ് ഓഫ് മെൻറ്റാലിറ്റിന്നാണ് ഈ കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നതെന്നുള്ളതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഫോഴ്സ്ഫുള്ളി അയാളെ മാനസികമായിട്ട് തളർത്തി അയാളെ തന്നിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു ശ്രമം ഉണ്ടാകുന്ന സമയത്ത് അയാൾ യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് സംഭവിക്കുന്നത്. അത് വീണ്ടും അയാളുടെ ലൈഫിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കും അകൽച്ച കൂടുന്നതിനനുസരിച്ച്. അപ്പം ഇങ്ങനത്തെ ലൈഫിലൂടെ പോകുന്ന ആൾക്കാരെ എനിക്കറിയാം. പക്ഷെ ഈ ഒരു സിനിമയിൽ അഡ്രസ്സ് ചെയ്തേക്കുന്ന രീതിയും ഈ സിനിമയിൽ ഇതിന് സൊല്യൂഷനായിട്ട് വെച്ചേക്കുന്ന രീതികളുമാണ് ഇതിനകത്തുള്ള യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്ന് പറയുന്നത്. അതായത് ലൈഫിൽ ഇതുപോലെ പ്രണയം നഷ്ടപ്പെടുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരാളോട് ഈ സിനിമ പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വേറെയും ധാരാളം ആൾക്കാരുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ അമ്മയുണ്ട്, നിങ്ങളുടെ അച്ഛനുണ്ട്. ഇപ്പോൾ ഒരു പെണ്ണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വേറൊരു പെണ്ണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്ക് പകരമായിട്ടോ വേറൊരാളെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് പകരം വെക്കാൻ പറ്റുന്ന ഒരു എലമെന്റ് അവിടെ ഉണ്ടായിരിക്കെ പകരം വെക്കാൻ പറ്റാത്ത ഒരു സെറ്റ് ഓഫ് ആളുകൾക്ക് അല്ലെങ്കിൽ ഇപ്പം അച്ഛനോ അമ്മയ്ക്കോ തീരാ ദുഃഖവും തീരാ നഷ്ടവും നിങ്ങൾ കൊടുക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ എന്നുള്ളതാണ് ഈ ഒരു സിനിമ ചോദിക്കുന്ന ചോദ്യവും അല്ലെങ്കിൽ ഇത്തരം അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ മുന്നോട്ട് വെക്കുന്ന ഒരു ക്വസ്റ്റ്യനും അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്തുള്ള ഒരു സൊല്യൂഷനായിട്ട് വരുന്നത് അച്ഛനില്ലാതെ അമ്മ മാത്രമുള്ള ഒരാളാണ് ഇതിനകത്ത് ലുക്മാൻ അവറാൻ എന്ന് പറയുന്നത്. അമ്മ കഷ്ടപ്പെട്ട് വളർത്തുന്ന ഒരു കുട്ടിയാണ് ലുക്മാൻ അവറാൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരാള് തൻ്റെ കാമുകിക്ക് വേണ്ടിയിട്ട് താൻ പ്രണയിച്ചിരുന്ന ഒരാൾ നഷ്ടപ്പെടുന്നു എന്ന് അറിയുന്ന സമയത്ത് ജീവിതം അവസാനിപ്പിക്കുന്നത് ശരിയല്ല. നിങ്ങൾക്ക് അമ്മയുണ്ട് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ അതിനങ്ങ് ആർട്ടിഫിഷ്യലായിട്ട് ഫോഴ്സ്ഫുള്ളി കൊണ്ടുവന്ന് വെച്ച പോലെയാണ് നമുക്ക് തോന്നുക എന്നുള്ളതാണ്. മാത്രമല്ല, അമ്മയോട് കൂടുതൽ ഇഷ്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അമ്മ വളരെ പാവമാണ്, ഇന്നസെൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളെയും ഫോഴ്സ്ഫുൾ ആയിട്ട് ഈ സിനിമയ്ക്കകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അമ്മയുടെ ഇന്നസെൻസ് എന്ന് പറയുന്നത്, അതായത് ഒരു ആർട്ടിഫിഷ്യൽ ഇന്നസെൻസ് ആണ് അതിനകത്ത് വെച്ചേക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ 10 പേര് ഇരുന്ന് TV കാണുന്ന സമയത്ത് കറണ്ട് ബില്ല് കൂടൂലേ? അപ്പം അതിനകത്ത് പറയുകയാണ്, ഇല്ല 10 പേര് കണ്ടാലും ഒരാൾ കണ്ടാലും കറണ്ട് ബില്ല് ഒരേപോലെ തന്നെയാണ് വരിക, അമ്മേനോട് പറയുന്നതാണ്.
പിന്നെ ഇന്ത്യക്കാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം, അതൊക്കെ എനിക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇത് ഈ സിനിമക്കകത്ത് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഇന്നസെൻസ്. ഇപ്പോൾ ആർക്കപ്പം അത് അറിയാത്ത, ഇപ്പോൾ 10 പേര് ഒരുമിച്ച് TV കണ്ടു കഴിഞ്ഞാൽ കറണ്ട് ചാർജ് കൂടോ കുറയോ എന്നുള്ള സാധനങ്ങളൊക്കെ, ഇതൊക്കെ വളരെ ക്രിഞ്ച് ക്ലീഷേ കൈൻഡ് ഓഫ് സാധനങ്ങളായിട്ട് അങ്ങനെ അങ്ങ് പോയി. ആൾക്കാർ ചിരിക്കുന്നുണ്ടായിരുന്നു. ചിരിക്കുന്നത് പക്ഷെ കോമഡി കിട്ടിട്ടായിരുന്നില്ല ഇതിനകത്ത് ചിരിക്കുന്നത്. പകരം ഇതൊരു ക്രിഞ്ച് എന്താണ് ഇത് എന്നുള്ള ഒരു കൈൻഡ് ഓഫ് സാധനം വെച്ചിട്ടാണ് പിന്നീട് ആൾക്കാർ ചിരിച്ചോണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ കോക്കിൻ്റെ ഒക്കെ റിവ്യൂവിൽ കോക്ക് പറയാറുണ്ടല്ലോ, അപരാധാണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങ് അപരാധം കണ്ടിരുന്ന് രസിക്കുക എന്നുള്ളത്. അത് സത്യത്തിൽ ഈ സിനിമയിൽ ചില ഏരിയകൾ വരുന്ന സമയത്ത് എനിക്കത് തോന്നി എന്നുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതിനകത്തൊരു ഭയങ്കര ഒരു അപരാധം പടമാണ്, ഒരു ക്ലീഷേ ക്രിഞ്ച് ഫസ്റ്റ് ആണ് എന്ന് 100% പറയാതിരിക്കാനുള്ള എൻ്റെ റീസൺസ് എന്ന് പറയുന്നത്, ഈ ഒരു സിനിമയിലുള്ള ചില കോമിക് സാധനങ്ങൾ, ചില കോമഡി രംഗങ്ങളൊക്കെ ആക്ച്വലി വർക്ക് ആയിട്ടുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ ഇത് മറ്റേ അശ്വിൻ്റെ കൂടെ ഉള്ള കോമ്പിനേഷൻസ് ആണെന്നുണ്ടെങ്കിലൊക്കെ, അതായത് ഇപ്പോൾ നിനക്ക് എന്താ അവളോട് പ്രണയമാണോ, അല്ല കാമാണോ, അല്ല പിന്നെ എന്താ കഴപ്പാന്നൊക്കെ ചോദിക്കുന്ന സമയത്തൊക്കെ ആൾക്കാർ ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. അതൊന്നും അത്ര വലിയൊരു ദുരന്തം കോമിക്സ് ആനായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല എന്നുള്ളതാണ്. പിന്നെ പ്രണയം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ താൻ സ്നേഹിക്കുന്ന ആൾ തന്നെ തിരിച്ച് സ്നേഹിക്കുന്നില്ല എന്നറിയുന്ന സമയത്ത് ആ ഒരു വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ഒരു മാനസികാവസ്ഥയും അയാളുടെ ലൈഫിൽ പിന്നീട് ഉണ്ടാവുന്ന ചേഞ്ചസും അയാളുടെ സ്വഭാവം മാറുന്നതും എല്ലാം ഈ സിനിമ കൃത്യമായിട്ട് പോർട്രേ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതും ഈ ഒരു സിനിമയുടെ ഒരു പോസിറ്റീവ് ഏരിയ ആയിട്ട് എനിക്ക് തോന്നി. കാരണം അയാൾ ഇങ്ങനെ തന്നെ ആയിരിക്കും, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ട ആൾക്കാരൊക്കെ ഇങ്ങനെ തന്നെയാണ്. അതായത് അവരുടെ മുന്നിലിരുന്ന് മദ്യപിക്കുക, ഇയാൾ തകർന്നു, ഞാൻ ഇനി ഇല്ല, ഞാൻ എൻ്റെ ജീവിതം നശിച്ചു എന്നുള്ള ലെവലിൽ കാണിക്കുക, ഈ പറയുന്ന ആളെ കാണുന്ന സമയത്ത് പല തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ സിനിമയ്ക്ക് അകത്ത് വന്നപ്പോഴും അത് തന്നെ എനിക്ക് ഇതിനകത്ത് കാണാൻ പറ്റി എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് എഴുതിയിട്ടുള്ള ആളും ഇതിൻ്റെ ഡയറക്ടറും മേ ബി ഇങ്ങനത്തെ ചില എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ടാവാം ഇങ്ങനെ ഒരു കഥ ചെയ്തേക്കുന്നത് എന്നുള്ളൊരു തോട്ടും എനിക്കുണ്ട്. പക്ഷെ അതിനെ കണക്ട് ചെയ്തേക്കുന്ന രീതി, അയാൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന സമയത്ത് അയാളെ പിന്തിരിപ്പിക്കുന്ന ചില രീതികൾ, ഇതിൻ്റെ റീസൺസ് ആണ് നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതെന്നുള്ളതാണ്. ആ റീസൺ നമുക്കൊന്നുകൂടെ ഒന്ന് സെറ്റാക്കി വെച്ചിരുന്നെങ്കിൽ, കുറച്ചും കൂടെ സ്ട്രോങ് റീസൺ അതിനുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഇത്രയേറെ നെഗറ്റീവ് ഇല്ലാണ്ട് എന്നാൽ അത്യാവശ്യം ഫാമിലിക്ക് കയറി കണ്ട് ഇറങ്ങി പോരാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് ഇത് വരുമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം കൂടെ എനിക്കുണ്ട്. ഇനിയിപ്പോൾ +2 പഠിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാരൊക്കെ ഈ സിനിമ പോയി കാണുകയാണെന്നുണ്ടെങ്കിൽ മേ ബി അവർക്കൊരു ചെറിയ ഒരു തോട്ട്, ഒരു ചേഞ്ച് ഉണ്ടാവാൻ അല്ലെങ്കിൽ അവരുടെ ചിന്തയിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കാനൊക്കെ മേ ബി ഈ ഒരു സിനിമക്ക് പറ്റിയേക്കാം എന്നുള്ളതാണ്. സിനിമ ഏത് രീതിയിലൊക്കെയാണ് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ ഒരു ക്രിഞ്ച് ഒരു ക്ലീശ സിനിമേനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു തോട്ട് അല്ലെങ്കിൽ ഒരു റിവേഴ്സ് തോട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു പ്രൊമോഷൻ അങ്ങനത്തെ ഒരു സാധനം ഒന്നല്ല പറയുന്നേ. പക്ഷെ എന്നിരുന്നാൽ കൂടെ നമ്മൾ വളരെ ന്യൂട്രലായിട്ട് ഈ സിനിമ ഇരുന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ മേ ബി നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായേക്കാം എന്നുള്ളതുമാണ്. പിന്നെ ഇതിനകത്ത് ഈ സിനിമ ഇത്രയും ലെങ്ത് ഇല്ലാത്തൊരു സിനിമയാണ് ബേസിക്കലി. പക്ഷേ ഈ സിനിമയെ അങ്ങ് വലിച്ച് നീട്ടി റബ്ബർ ബാൻഡ് പോലെ അങ്ങ് നീട്ടി കുറേ പാട്ടുകളും കയറ്റി വെച്ചിട്ട് നമ്മളെ അങ്ങ് ലാഗടിപ്പിക്കുകയാണ് ഈ സിനിമ യഥാർത്ഥത്തിൽ. അതായത് ഒരു 2 മണിക്കൂറിലേക്ക് അല്ലെങ്കിൽ ഒരു 1.25 മണിക്കൂറിലേക്കൊക്കെ ഈ സിനിമ കൊണ്ടുവരണം എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിൽ സിനിമ എടുത്തിട്ട് കുറേ പാട്ടങ്ങ് കയറ്റി വെച്ചിട്ട് പിന്നെ എന്താ പറയുക, ഈ സിനിമേൻ്റെ ലെങ്ത് അങ്ങ് കൂട്ടി തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന ലെവലിലേക്ക് സിനിമ കൊണ്ടുവന്ന് വെച്ച പോലെ എനിക്ക് ഈ ഒരു സിനിമ ഫീൽ ചെയ്തു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പറയുമല്ലോ, റോ ആയിട്ട് നമുക്ക് കാണണം, രാത്രിയാണെന്നുണ്ടെങ്കിൽ രാത്രിയായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യണം എന്ന് നമ്മൾ പറയും. പക്ഷേ രാത്രിയായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുട്ടത്ത് വിഷ്വൽസ് എടുത്ത് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നമുക്ക് ഇല്ല. അപ്പം അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ ടെക്നിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറേ പ്രശ്നങ്ങളും ഈ ഒരു സിനിമക്കകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇതിനകത്ത് കാണിക്കുന്നത് നെല്ലിയാമ്പതിയാണ്. നെല്ലിയാമ്പതിയിൽ രാത്രി പോയിരിക്കുന്ന സമയത്ത് ഇരുട്ടത്താണ് ഇവർ ഇരിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ആൾക്കാരെ കാണണ്ടേ, അവരുടെ ഇമോഷൻ എന്താണെന്നുള്ളത് നമുക്ക് അറിയണ്ടേ. അപ്പം അത് കിട്ടുന്നില്ല. പിന്നെ എന്താ പറയുക, തൊട്ടതിനും പിടിച്ചതിനൊക്കെ പാട്ടും. ഇത് ചില തമിഴ് സിനിമകളിലൊക്കെയാണ് ഞാൻ ഇങ്ങനെ കണ്ടേക്കുന്നത്. മറ്റേ നായിക ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ പാട്ട് വരും, പിന്നെ നായിക ഒന്ന് പിണങ്ങി കഴിഞ്ഞാൽ അപ്പോൾ പാട്ട് വരും, നായിക പിന്നെയും മിണ്ടി കഴിഞ്ഞാൽ പിന്നെയും പാട്ട് വരും. അങ്ങനത്തെ പാട്ടുകൾ വരുന്ന ഒരു സിനിമ. അത് അത്രയേറെ പാട്ടുകളുടെ ആവശ്യം ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ സ്കോറും തന്നെ ഒരു ഇമോഷൻ ഉണ്ടാക്കിയെടുക്കാനാണ് ശ്രമിച്ചേക്കുന്നത്. പക്ഷെ ആ സ്കോർ കേട്ടാൽ നമുക്കങ്ങ് ഇമോഷൻ അങ്ങ് കിട്ടത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും അഡ്രസ്സ് ചെയ്യേണ്ടതായിരുന്ന ഒരു വിഷയത്തിനെ
പ്രോപ്പർലി അഡ്രസ്സ് ചെയ്യാണ്ട് അതിന്റെ സൊല്യൂഷൻ ആയിട്ട് കാണിച്ചേക്കുന്നത് ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഈ ഒരു പടം തോന്നിയത് എന്നുള്ളതാണ്. പിന്നെ ലുക്മാൻ അവറാന്റെ പെർഫോമൻസ് ഒന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് തുടക്കത്തിൽ ലുക്മാൻ തന്നെയാണോ ഇതിന് ഡബ് ചെയ്തത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനിക്ക് ഉണ്ടായിരുന്നു. എനിക്കതൊരു ലുക്മാൻ അല്ല എന്ന് തോന്നിപ്പോയി ചില ഏരിയകളിലേക്കൊക്കെ വരുന്ന സമയത്ത്. പിന്നെ കുറച്ച് പടം ഓടുന്ന സമയത്താണ് ഓക്കെ കറക്റ്റ് ലുക്മാന്റെ സൗണ്ട് നമുക്ക് കിട്ടുന്നത്. മേ ബി ആ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ട് ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് മേ ബി മോഡുലേഷൻ കൊടുത്തതായിരിക്കാം, വാട്ട് എവർ. അപ്പോൾ അങ്ങനത്തെയൊക്കെ ചില കാര്യങ്ങൾ, പിന്നെ ചില ലോജിക്കില്ലായ്മയൊക്കെ ഉണ്ട്. 6 വർഷം മുന്നേ +2 നിർത്തിയിട്ടുള്ള ഒരാൾ BSc കെമിസ്ട്രിക്ക് വീണ്ടും പഠിക്കാൻ പോകുന്നതും അതെങ്ങനെ സീറ്റ് കിട്ടുക, അങ്ങനത്തെ ചില കൈൻഡ് ഓഫ് സാധനങ്ങളുണ്ടല്ലോ. അതൊക്കെ ഒന്ന് വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്ത് പോകാവുന്ന സാധനങ്ങൾ. ഇതൊക്കെ ഒന്ന് സോൾവ് ചെയ്തിരുന്നെങ്കിൽ രസകരമായിട്ട് നമുക്ക് കാണാൻ പറ്റിയിരുന്ന ഒരു സിനിമ ആയിരുന്നേനെ എന്നാണ് എൻ്റെ വളരെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം.